9ാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കം. എറിയാൻ വേണ്ടി ഓങ്ങിയ ഗ്ലാസ് അയാൾ താഴ്ത്തും. അയാളുടെ കയ്യിൽ സീൽ കണ്ടിട്ട് അവൾ ദേഷ്യപ്പെട്ട്, നിങ്ങൾ ഇതിനു വേണ്ടിയാണല്ലോ ഇങ്ങോട്ട് വീണ്ടും വന്നത്, പണത്തിന് വേണ്ടി നിങ്ങൾക്കിത് ചെയ്യാൻ എങ്ങനെ കഴിഞ്ഞു, നമ്മളൊരു ഫാമിലി അല്ലേ. അയാളപ്പോൾ അതെ നമ്മൾ ഫാമിലിയാ, അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുള്ളപ്പോൾ നിങ്ങൾ എന്നെ സഹായിക്കണ്ടേ. അപ്പോൾ ഇൻഷുറൻസ് കമ്പനിയിൽ വിളിച്ചതും നിങ്ങളാണല്ലേ. അതെ ഞാൻ തന്നെയാ. എന്താ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? സത്യം പറഞ്ഞാൽ ഈ പണത്തിന് എനിക്കും അവകാശമുണ്ട്. ഞാനല്ലേ വൂജിനെ ഇത്ര കാലവും വളർത്തിയത്. അപ്പോൾ വൂജുവിൻ്റെ കാര്യമെന്ന് അവൾ ചോദിക്കും. അവൻ വൂജിൻ്റെ മകനല്ലേ, നിങ്ങളുടെ സ്വന്തം കൊച്ചുമകൻ. എങ്കിൽ ശരി, നമുക്ക് വൂജുവിനെയും കൂട്ടാം, പണം 4ആയിട്ട് വീതിക്കാമെന്ന് അയാൾ പറയും. അവൾക്ക് ദേഷ്യം വന്ന്, ഇറങ്ങിപ്പോടോ, ഇപ്പം തന്നെ ഇവിടുന്ന് ഇറങ്ങിപ്പോന്ന് പറഞ്ഞ് ഒച്ചയിടും. അയാളുടെ കയ്യിൽ നിന്ന് ആ സീല് തട്ടിയെടുക്കാൻ അവൾ നോക്കും. അവസാനം അയാളുടെ കയ്യിൽ കടിച്ച് അവൾ അതുമായിട്ട് ഓടി രക്ഷപ്പെടും. അയാൾ വീണ്ടും ആ ഗ്ലാസ് എടുത്ത് അവളുടെ നേരെ എറിയും. പക്ഷേ അവൾ കുനിയുന്നത് കൊണ്ട് അത് ചെന്നിരിക്കുന്നത് കസേരയിലായിരിക്കും. അപ്പോഴേക്കും ടേഹുങ് വീട്ടിലേക്ക് വരും. അയാൾ അവളെ ഉപദ്രവിക്കുന്നത് കണ്ട് അവൻ ഓടി വന്ന് അവളെ കവർ ചെയ്ത് നിൽക്കും. ചില്ല് അവൻ്റെ മുഖത്ത് കൊള്ളും. നീ ഓക്കെ ആണോ എന്ന് ചോദിച്ചു നോക്കുമ്പോൾ അവളുടെ കൈ നന്നായി മുറിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ അടുത്ത സീനിൽ പോലീസ് സ്റ്റേഷനാണ് കാണിക്കുന്നത്. ടേഹുങ് അവൻ്റെ അച്ഛനെ പോലീസുകാർക്ക് പിടിച്ചു കൊടുത്തു. അവർ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആട്ടെ അയാൾ പറയുന്നതോ, ഇത്ര കാലവും പിള്ളേരെ വളർത്താൻ വേണ്ടി എനിക്ക് എത്ര ചിലവായി എന്നറിയോ, ഞാനത് തിരിച്ചു വാങ്ങുന്നതിൽ എന്താ തെറ്റ്. ഇതെല്ലാം കേട്ടിട്ട് അവന് സഹിക്കെട്ട്, ഒന്ന് നിർത്ത്, ദയവ് ഇത് നിർത്തുന്ന് ഉറക്കെ പറയും. അവൻ തിരിച്ചു പോകുമ്പോൾ പോലീസുകാരൻ പുറകെ വന്ന് അവനെ വിളിച്ച്, നീ ഊജിൻ്റെ ബ്രദർ അല്ലേ, നമുക്കൊന്ന് സംസാരിക്കുമോ എന്ന് ചോദിക്കും. ഇതേസമയം ഹോസ്പിറ്റലിൽ ഹുഞ്ചിൻ്റെ കയ്യിൽ മുറിവ് വെച്ച് കിട്ടുവാണ്. വലിയ കുഴപ്പമൊന്നുമില്ല, 3-4 ദിവസത്തേക്ക് ശ്രദ്ധിക്കണമെന്ന് ഡോക്ടർ പറയും. കമ്പനിയിലാകട്ടെ ടേഹുങ്ങിൻ്റെ ഫ്രണ്ട് വന്നിട്ട് അവനൊരു അർജൻറ്റ് കാര്യമുണ്ട്, ഇന്ന് വരാൻ കഴിയില്ല എന്ന് പറയും. അത് കേട്ട് അസിസ്റ്റൻറ്റ്, ഹുഞ്ചിനും പെട്ടെന്ന് ഇന്ന് ലീവ് എടുത്തല്ലോ, ഇവർക്കിത് എന്തു പറ്റി. ഇപ്പോൾ പോലീസുകാരനും ടേഹുങ്ങും തമ്മിൽ സംസാരിക്കുവാണ്. അയാളാണെങ്കിൽ ഇവൻ്റെ ചേട്ടൻ വൂജിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. ഞാനിത് പറയണോ വേണ്ടിയൊന്ന് ഒരുപാട് ചിന്തിച്ചു, കാരണം നിൻ്റെ ചേട്ടൻ നീ ഇതൊരിക്കലും അറിയണ്ടെന്ന് കരുതിയത്. നിങ്ങൾ എന്താ പറയുന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ, നിൻ്റെ അച്ഛൻ തട്ടിപ്പ് നടത്തിയതിന് ഇത്ര കാലം ജയിലിലായിരുന്നെന്ന് നിനക്കറിയാലോ. വൂജിനാണ് അയാളെ ജയിലിൽ അടച്ചത്. 7 വർഷം മുമ്പ് ഒരു ഫ്രോഡ് കേസ് ഞങ്ങളുടെ സ്റ്റേഷനിൽ വന്നു. ഒരുപാട് കേസ് അവിടെ ഉള്ളപ്പോൾ വൂജിൻ അത് മാത്രം പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ട് എന്താ കാര്യമെന്ന് ഞാൻ ചോദിക്കുമ്പോഴാണ് പറയുന്നത്, ഇത് മാത്രം വെച്ച് റിപ്പോർട്ട് ചെയ്താൽ ഇയാൾ മാക്സിമം 1 വർഷത്തിനുള്ളിൽ ഇറങ്ങിപ്പോരും. നമുക്ക് പറ്റിക്കപ്പെട്ട കൂടുതൽ ആളുകളെ കണ്ടെത്തി ഈ കേസ് സ്ട്രോങ് ആക്കണം. അതെന്താ കാര്യം, വിക്ടിമിനെ നിനക്കറിയുമെന്ന് ചോദിക്കുമ്പോഴാണ്, വിക്ടിമിനെ അല്ല, ഇതിലെ പ്രതിയെയാണ് എനിക്കറിയുന്നത്, അയാളെൻ്റെ അച്ഛനാണ്. അയാൾ പറ്റിച്ച എല്ലാ ആളുകളെയും വൂജിൻ കണ്ടെത്തി അയാൾക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുത്തു. അപ്പോഴാണ് അച്ഛനുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണെന്ന് ഞാൻ അവനോട് ചോദിക്കുന്നത്. ബിസിനസ് പൊട്ടിപ്പൊളിഞ്ഞ പണത്തിനോട് ആർത്തി മൂത്ത ഒരാൾ എന്നും കുടിക്കുമായിരുന്നു. കുടിച്ച് മൂത്ത് വയലൻ്റ് ആകും. അതെന്താ അയാൾ നിങ്ങളെ ഉപദ്രവിക്കുമായിരുന്നു എന്ന് ചോദിക്കുമ്പോഴാണ്, ആദ്യം അത് ബുദ്ധിമുട്ടായിരുന്നു, പിന്നെ അത് ശീലമായി. പക്ഷേ അയാൾ ടേഹുങ്ങിൻ്റെ നേർക്ക് കൈ ഓങ്ങുന്നത് കണ്ടപ്പോൾ അതാണ് എന്നെ ശരിക്കും വേദനിപ്പിച്ചത്. എനിക്ക് ഒരിക്കലും അത് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ലായിരുന്നു. എനിക്ക് അയാളെ റിപ്പോർട്ട് ചെയ്യണമായിരുന്നു. അതുകൊണ്ടാണ് ടേഹുങ്ങിനെ സേഫായിട്ട് ഒരു ചിൽഡ്രൻസ് ഹോമിൽ ഏൽപ്പിച്ചിട്ട് അയാളെ റിപ്പോർട്ട് ചെയ്യാമെന്ന് വെച്ചത്. അത് മതിയാവുന്ന ഞാൻ കരുതിയത്. പക്ഷേ കുട്ടികളെ ഡിസിപ്ലിൻ ചെയ്യുന്നത് അച്ഛൻ്റെ അവകാശമെന്ന് പറഞ്ഞ് അവരയാളെ വിട്ടയച്ചു. ഞാൻ അയാളെ പിന്നെ റിപ്പോർട്ട് ചെയ്തു. പക്ഷേ അയാൾ രക്ഷപ്പെട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. അച്ഛനിൽ നിന്ന് ടേഹുങ്ങിനെ രക്ഷിക്കാനുള്ള ഏക മാർഗം അവനെ ആ വീട്ടിൽ നിന്ന് മാറ്റി നിർത്തുമായിരുന്നു. ഞാൻ വലുതായ എല്ലാം കഴിയുമെന്ന് വിചാരിച്ചു. പക്ഷേ അയാൾ വീണ്ടും വന്ന് പണം ആവശ്യപ്പെടാൻ തുടങ്ങി. അപ്പോഴാണ് അറ്റ്ലീസ്റ്റ് ടേഹുങ്ങെങ്കിലും അയാളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടെന്ന് ഞാൻ കരുതിയത്. എനിക്ക് അത് മാത്രം മതിയായിരുന്നു. അപ്പോൾ അവനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ചേട്ടൻ ഇതെല്ലാം ചെയ്തതെന്ന് പോലീസുകാരൻ പറയും. അവൻ ഇതെല്ലാം കേട്ടിട്ട് ഒരുപാട് വിഷമാവും. ഹോസ്പിറ്റലിൽ നിന്ന് ഹുഞ്ചിൻ അവനെ ഫോൺ ചെയ്യുന്നുണ്ട്, പക്ഷേ എടുക്കുന്നില്ല. അവനാണ് വീട്ടിൽ വന്നിട്ട് ചേട്ടൻ്റെ ചേച്ചിയുടെ റൂമിൽ കയറി അവരുടെ ഫോട്ടോ നോക്കുവാണ്. നിലത്ത് കിടക്കുന്ന ചേട്ടൻ്റെ യൂണിഫോമും അവനെടുത്ത് നോക്കും. അവിടെ ഒരു ആൽബത്തിൽ അവരുടെ പഴയ ഫോട്ടോസ് ഉണ്ടാകും. അവനെ ഉപേക്ഷിച്ച് പോയെങ്കിലും സീക്രട്ടായി വന്ന് അവൻ ഹാപ്പി ആയിരുന്നുവെന്ന് ചേട്ടൻ നോക്കുമായിരുന്നു. അവന് ഫോട്ടോഗ്രാഫിയിൽ കിട്ടിയ ഓരോ അച്ചീവ്മെൻറ്റും അയാൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടി ആയപ്പോൾ സങ്കടം സഹിക്കാൻ വയ്യാതെ അവൻ കരയാൻ തുടങ്ങും. അവളിപ്പോൾ കൊച്ചിനെ കുട്ടി വീട്ടിൽ വരുമ്പോൾ അവനവിടെ ഇരിപ്പുണ്ട്. അവൻ്റെ മുഖത്ത് മുറിവ് കണ്ടിട്ട് നീ ഓക്കെ ആണോ എന്ന് അവൾ ചോദിക്കും. പക്ഷേ അവൻ അധികമൊന്നും മിണ്ടാതെ പുറത്തേക്ക് പോകും. ഇപ്പോൾ കമ്പനിയിൽ അവൾ ഫുൾ ടൈം ആയതുകൊണ്ട് എല്ലാവരും കൂടി കേക്കുമായി വന്ന് സെലിബ്രേറ്റ് ചെയ്യും. അങ്ങനെ കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ കൈക്ക് എന്തോ പറ്റിയതായി അവർ മനസ്സിലാക്കുന്നത്. അതെന്താണെന്ന് പാർക്ക് ചോദിക്കുമെങ്കിലും ഒന്നുമില്ലാന്ന് പറഞ്ഞ് അവൾ രക്ഷപ്പെടും. അവളിപ്പോൾ പുറത്ത് വന്നിട്ട് കഴിഞ്ഞ ദിവസം സംഭവിച്ച കാര്യമെല്ലാം അവളുടെ ഫ്രണ്ടിനോട് പറയും. ഫ്രണ്ടാണ് നിൻ്റെ ഇൻലോയോട് നീ സംസാരിക്കണമെന്നും അവനെ സപ്പോർട്ട് ചെയ്യണമെന്നെല്ലാം പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഇപ്പോൾ തിരിച്ചു പോകുന്ന വഴി ഫ്രണ്ടിനെ പാർക്ക് വിളിച്ചിട്ട് നമുക്കൊന്ന് സംസാരിക്കാമോ എന്ന് ചോദിക്കും.
ഹുഞ്ചിൻ്റെ കൈക്ക് എന്ത് പറ്റിയെന്ന് അയാൾ അന്വേഷിക്കും. അവളത് പറയാൻ മടിക്കുമെങ്കിലും അയാൾ പിന്നെ പിന്നെ ചോദിക്കുമ്പോൾ അറിയാതെ അങ്ങ് പറഞ്ഞു പോകും. ടേഹങ് ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവൾ ഭക്ഷണമെല്ലാം ഉണ്ടാക്കി അവന് വേണ്ടി കാത്തിരിക്കുമായിരിക്കും. ഫ്രണ്ട് പറഞ്ഞതുപോലെ അവൾ അവനോട് സംസാരിക്കുകയാണ്. നിനക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എന്നോട് പറയണം, നമ്മളൊരു ഫാമിലി അല്ലേന്ന് അവൾ പറയും. അവനാണേ ഫാമിലിയോ, നീ കണ്ടതല്ലേ എൻ്റെ ഫാമിലി എങ്ങനെ എന്നെ ട്രീറ്റ് ചെയ്തെന്ന്, അതുകൊണ്ട് അത് പറയണ്ട. അവളപ്പോൾ നിൻ്റെ അച്ഛൻ്റെ കാര്യം മറന്നേക്ക്, ഞാനും പൂജുവും ഞങ്ങൾ നിൻ്റെ ഫാമിലി അല്ലേ. അവനാണേ ഞാൻ കാരണമാണ് നിങ്ങൾക്കിതെല്ലാം പറ്റിയത്. ഞാൻ അയാളെ ആദ്യം വിശ്വസിച്ചില്ലായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. ഞാൻ പോയെന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് റൂമിലേക്ക് ചെല്ലും. അപ്പോഴാണ് അവൻ്റെ ഫോണിലേക്ക് പാർക്ക് വിളിക്കുന്നത്. അടുത്ത ദിവസം കൊച്ചാണെ വലിയ വായിൽ കരയുവാണ്. അവൾ ഓടി വന്നവനെ പൊക്കിയെടുക്കും. കൊച്ച് ടേഹങ്ങിൻ്റെ മുറിയിലേക്ക് നോക്കി അങ്കിളിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കും. അവനാണ് വീട്ടിലും ഇല്ല, എപ്പോഴോ പുറത്ത് പോയതാണ്. അവൾ ഫുഡ് കൊടുക്കുമ്പോഴും അങ്കിളില്ലാത്തത് കൊണ്ട് അവൻ വാ തുറക്കില്ല. എത്ര ശ്രമിച്ചിട്ടും കൊച്ച് കഴിക്കില്ല. നീ ഇത് കഴിച്ചില്ലെങ്കിൽ ഞാനിതെല്ലാം തിന്നു തീർക്കുന്ന ഉടായ്പെടുക്കുമെങ്കിലും അതൊന്നും ഏൽക്കില്ല. ലാസ്റ്റ് ഫുഡ് അവൻ മറിച്ച് കളയും. അപ്പോഴാണ് പാർക്ക് അവളെ ഫോൺ വിളിക്കുന്നത്. ഞാൻ വീട്ടിലേക്ക് വന്നോട്ടെ എന്ന് അവൻ ചോദിക്കും. അവനിപ്പോൾ കൊച്ചിന് കൊടുക്കാനായി കുറേ കളിപ്പാട്ടവുമായി വീട്ടിലേക്ക് ചെല്ലും. നീ കഴിച്ചോ എന്ന് അവൻ ചോദിക്കും. നമുക്കിത് നമ്മുടെ സെക്കൻഡ് ഡേറ്റ് ആയിട്ട് എടുത്താലോ? അവൻ എന്നിട്ട് അവൾക്ക് വേണ്ടി ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങും. അവൻ അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും. അയാൾ കൊണ്ടുവന്ന കളിപ്പാട്ടമെല്ലാം ബൂജുവിനും ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവരിപ്പോൾ പുറത്തേക്ക് പോവാണ്. ബൂജുവിനെ അയാളാണ് എടുത്തിരിക്കുന്നത്. കൊച്ച് ഹാപ്പിയാണ്. അവരിങ്ങനെ ബബിളെല്ലാം ഊതി കളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പല കാര്യങ്ങളും സംസാരിക്കുന്നതിനിടയ്ക്ക് ഞാൻ ചിൽഡ്രൻസ് ഹോമിലാണ് വളർന്നത്, എന്നെ എൻ്റെ പേരൻസ് അഡോപ്റ്റ് ചെയ്തതാണെന്ന് അയാൾ പറയും. അവളത് കേട്ട് സർപ്രൈസ് ആവും. കാരണം അവൾ ഇവനെക്കുറിച്ച് അങ്ങനെയൊന്നുമല്ല ചിന്തിച്ചിരുന്നത്. ഞാൻ നിന്നെയും ബൂജുവിനെയും എന്നും സംരക്ഷിക്കുമെന്ന് അയാൾ ഒന്നും കൂടി പറയും. പക്ഷേ അവൾക്കിപ്പോഴും ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. ടേഹങ് ഇപ്പോൾ അച്ഛനെ വന്ന് കാണാനായി ജയിലിലാണുള്ളത്. അതിനിടയ്ക്ക് കഴിഞ്ഞ രാത്രി പാർക്കുമായിട്ട് സംസാരിച്ചത് അവൻ ഓർക്കും. അയാൾ ഞാൻ ഹുഞ്ചിൻ്റെ കൈക്ക് പറ്റിയത് അറിഞ്ഞു എന്ന് പറയും. നീ അവളുടെ ഫാമിലി ആണെന്നല്ലേ പറഞ്ഞേ, എന്നിട്ടോ അവൾക്ക് ഇത്ര വലിയൊരു ആപത്ത് വരാൻ നീ അനുവദിച്ചു. നീ കാരണം എത്ര തവണ അവളുടെ ലൈഫ് റിസ്കിലായി. നീ അവളുടെ ഫാമിലിയായിട്ട് ആക്ട് ചെയ്യുവാണോ അതോ അവളെ ബുദ്ധിമുട്ടിക്കുകയാണോ എന്ന് എനിക്ക് ഡൗട്ടാണെന്നല്ല അയാൾ പറയും. ഇപ്പോൾ അച്ഛൻ വന്ന് അവൻ്റെ മുമ്പിലിരിക്കും. അയാളാണ് പിന്നെയും അവനോട് ഞാനിപ്പോൾ ടൈറ്റിലാണ്, എനിക്ക് കുറച്ച് ഫണ്ട് വേണമെന്നെല്ലാം പറയും. പക്ഷേ അവനാണെങ്കിൽ ഞാൻ ഒരു കാര്യം ക്ലിയർ ആക്കാൻ വേണ്ടിയാണ് വന്നത്. നമ്മൾ തമ്മിൽ യാതൊരുവിധ സെൻറ്റിമെൻറ്റ്സോ ബന്ധമോ ഇനിയില്ല. നിങ്ങളൊരു മനുഷ്യനായിരുന്നെങ്കിൽ അങ്ങനെ ഒരിക്കലും ചെയ്യില്ലായിരുന്നു. എൻ്റെ ചേട്ടൻ അവനെ ഇങ്ങനെ ഉപദ്രവിക്കാൻ മാത്രം എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്? ഒരു അച്ഛനെന്ന് പറയാനുള്ള എന്ത് യോഗ്യതയാണ് നിങ്ങൾക്കുള്ളതെന്നല്ല അവൻ ചോദിക്കും. അയാളാണെങ്കിൽ എനിക്ക് എൻ്റേതായ കാരണങ്ങളുണ്ടെന്നെല്ലാം പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ എന്തോ ആയിക്കോട്ടെ, ഇനി ഒരിക്കലും എൻ്റെ മുമ്പിൽ വരാതെ നോക്കിക്കൊണ്ടെന്ന് തീർത്ത് പറഞ്ഞ് അവൻ അവിടുന്ന് പോകും. ഇപ്പോൾ ഊജു തുള്ളി ചാടി വരുന്നുണ്ട്. ടെഹുങ്ങ അവനെ കൂട്ടാനായി വന്നിരിക്കുകയാണ്. അങ്കിളിനെ കണ്ടിട്ട് അവൻ ഒരുപാട് ഹാപ്പിയാവും. ഓടിച്ചെന്ന് അവൻ്റെ കാലിലേക്ക് കെട്ടിപ്പിടിക്കും. അയ്യോ, അവൻ്റെ സന്തോഷം ഒന്ന് കാണേണ്ട തന്നെയാണ്. അവൻ അങ്കിളെന്ന് വിളിച്ച് അവൻ്റെ കയ്യിൽ തൂങ്ങും. അങ്ങനെ വീട്ടിലെത്തി അവൻ കൊച്ചിനെ കിടത്തി ഉറക്കും. എന്നിട്ട് അവൾ വരുമ്പോൾ ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യുമായിരുന്നു എന്ന് പറയും. അവനവൻ്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നീ എവിടെയെങ്കിലും പോവുകയാണെന്ന് അവൾ ചോദിക്കും. അവനപ്പോൾ അതെ, എനിക്ക് തിരിച്ചു പോകാനുള്ള സമയമായി എന്ന് പറയും. ഞാൻ നിന്നോട് നുണ പറഞ്ഞതാ, എൻ്റെ സ്ഥലത്തിൻ്റെ വർക്ക് ഓൾറെഡി കഴിഞ്ഞിരുന്നു. നിൻ്റെ അച്ഛൻ കാരണമാണോ നീ പോകുന്നതെന്ന് അവൾ ചോദിക്കുമ്പോൾ അല്ല, നമ്മൾ ആദ്യം തന്നെ 1 മാസം എന്നല്ലേ പറഞ്ഞത്, ഇപ്പോൾ പോകാനുള്ള സമയമായി എന്ന് പറയും. അവളാണെങ്കിൽ നിനക്ക് എന്തെങ്കിലും കുറ്റബോധം കൊണ്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ വേണ്ട, നമ്മളൊരു ഫാമിലി ആണെന്ന് പറയുമെങ്കിലും ഫാമിലി എന്ന് കേൾക്കുമ്പോഴേ അവന് കലിപ്പാണ് വരുന്നത്. എനിക്ക് ഫാമിലി എന്താണെന്ന് പോലും അറിയില്ല. നീ എൻ്റെ അച്ഛനെ കണ്ടല്ലോ, അയാൾ എങ്ങനെയുള്ള ആളാണെന്ന് നിനക്കറിയാലോ. ഞാൻ അയാളുടെ മകനാ. അങ്ങനെ ഒരു ഫാമിലിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. അവൾ എന്തെല്ലാം പറഞ്ഞിട്ടും അവൾ സമ്മതിക്കില്ല. പാർക്ക് ഇന്നലെ അവനോട് സംസാരിച്ചതായിരിക്കും ഇതിൻ്റെ കാരണം. എനിക്ക് നിൻ്റെയും ബൂജുവിൻ്റെയും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ വയ്യെന്ന് കൂടി അവൻ പറയും. അവൾക്ക് അതെല്ലാം കേട്ടിട്ട് കരച്ചിലാണ് വരുന്നത്. നീ ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണ്ട. എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിട്ടാണോ ഇതെല്ലാം ചെയ്യുന്നതെന്ന് നീ കരുതുന്നത്? പക്ഷേ ഞാനതിനെ ട്രൈ ചെയ്യുക. അവൾ എന്ത് പറഞ്ഞിട്ടും അവൻ അടുക്കില്ല. പിന്നെ ഞാൻ കാരണം നീ ഹേർട്ടായാൽ അതോർത്ത് റിഗ്രറ്റ് ചെയ്യണ്ട, നമുക്ക് ഇവിടെ വെച്ച് നിർത്താം ഇതും പറഞ്ഞ് അവൻ അവിടുന്ന് പോകും. അവനിപ്പോൾ അവൻ്റെ വീട്ടിൽ വന്നിട്ട് സാധനങ്ങളെല്ലാം എടുത്തു വെക്കുന്നതിനിടയ്ക്ക് അതിൽ നിന്ന് കൊച്ചിൻ്റെ സോക്സ് കിട്ടും. വീട്ടിൽ വെച്ച് കൊച്ചിനോട് പറഞ്ഞ കാര്യം അവൻ ഓർക്കും. ഉജു, നിനക്കറിയാലോ, എനിക്ക് എപ്പോഴും നിൻ്റെ കൂടെ നിൽക്കാൻ കഴിയില്ല. എനിക്ക് അതിനുള്ള ധൈര്യമില്ല. പക്ഷേ എന്തു വന്നാലും ഞാൻ നിൻ്റെ അങ്കിളാണ്. നമ്മൾ ഒരുമിച്ച് താമസിച്ചില്ലെങ്കിൽ കൂടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിന്നെ കാണാൻ വരും. നിന്നെ അടിപൊളി സ്ഥലത്തേക്ക് കൊണ്ടുപോകും. കൊച്ചാണെ അതെല്ലാം കേട്ടിട്ട് ഓക്കെ പറയും. അതുകൊണ്ട് ഞാൻ നിന്നെ ഉപേക്ഷിച്ചിട്ട് പോവാണെന്ന് നീ ഒരു സെക്കൻഡ് പോലും ചിന്തിക്കരുത്. അവൻ ആ സോക്സിലേക്ക് നോക്കി വിഷമിച്ച് നിൽക്കും. അടുത്ത ദിവസം ഹുൻജിൻ തിരക്കിട്ട് പണിയാണ്. അവൾക്ക് കൊച്ചിനെ റെഡിയാക്കണം, ബാഗ് എടുത്തു കൊടുക്കണം, അവളുടെ സ്വന്തം കാര്യം നോക്കണം. എല്ലാം കൂടെ ഒറ്റയ്ക്കായിട്ട് അവൾ ആകെ കഷ്ടപ്പെടും.
ഇപ്പോൾ ആമിച്ചുവിന് അവരുടെ ഹസ്ബൻഡ് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് കൊടുക്കുകയാണ്. അവർക്കത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്നു. അവരപ്പോൾ നിങ്ങൾ ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്തോളാമെന്ന് സമ്മതിച്ചു എന്ന് വക്കീൽ പറഞ്ഞല്ലോ. നഷ്ടപരിഹാരം കിട്ടുന്നവരെ നിങ്ങൾ കേസ് കൊണ്ട് പോകുന്നതാണ് ഞാൻ കരുതിയത്. അയാളാണേ നീ ഒരു സെലിബ്രിറ്റി അല്ലേ, കേസ് കൊണ്ട് പോയാൽ ആളുകൾ ഓരോന്ന് പറയാൻ തുടങ്ങും. അവരപ്പോൾ അതൊന്നും മൈൻഡാക്കാതെ നിങ്ങളെപ്പോഴാണ് പോകുന്നതെന്ന് ചോദിക്കും. ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നേ? അയാൾക്കാണേ വിഷമമാണ്. ആ ഞാൻ പോയിക്കോളാം, ടേഹുങ് കാര്യങ്ങളെല്ലാം നന്നായി പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നതെന്ന് അയാൾ പറയും. ഇപ്പോൾ കമ്പനിയിലെ ആളുകളെല്ലാം കൂടെ വർക്ക് സൈറ്റിലേക്ക് പോവാണ്. ഹുൻസിനാണ് കാർ ഓടിക്കുന്നത്. മുമ്പിൽ തന്നെ പാർക്കുണ്ട്. ഒന്നും പേടിക്കേണ്ട, എല്ലാവരും കിടന്നുറങ്ങിക്കുമെന്ന് അവൾ പറയും. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അവരെല്ലാം ഉറങ്ങുവാണെന്ന് വിചാരിച്ചിട്ട് പാർക്ക് കുറച്ച് സ്നാക്സ് എടുത്ത് അവളുടെ വായിൽ വെച്ച് കൊടുക്കും. പക്ഷെ പുറകിൽ നിന്ന് അവൻ ഇതൊക്കെ കണ്ണു മിഴിച്ച് കാണുന്നുണ്ടായിരിക്കും. അവരങ്ങനെ സ്ഥലത്തെത്തി. ടേഹുങ് അവിടെ ഷൂട്ടിങ്ങിന് തയ്യാറെടുക്കുവാണ്. അവനാണെങ്കിൽ ഹുൻസിനും പാർക്കും ഒരുമിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ ചെറിയ വിഷമമൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. അതിനിടയ്ക്ക് പുറകിൽ നിന്ന് അസിസ്റ്റൻറ്റ് മറ്റേ പെണ്ണിനോട് കുശൂഷിക്കുന്നത് അവൻ കേൾക്കും. ദേ നോക്കി, നമ്മുടെ മാനേജറും ഹുൻസിനും അവർ ഡേറ്റ് ചെയ്യുവാണെന്ന് തോന്നുന്നേ. ഞാൻ കാറിൽ വെച്ചും കണ്ടു അവർ രണ്ടും ഫുഡ് വായിൽ വെച്ച് കൊടുക്കുന്നത്. അതിനിടയ്ക്ക് അവളും അവൻ വർക്ക് ചെയ്യുന്നത് നോക്കുന്നുണ്ട്. പിന്നെ അവർ പരസ്പരം കാണുന്ന സാഹചര്യം വരുമ്പോൾ അവൾ വേഗം ഒഴിഞ്ഞു മാറിപ്പോകും. പെട്ടെന്നൊരു ഏണി തട്ടി അവളുടെ മേത്തേക്ക് വീഴും. അവൻ ഓടി ചെല്ലും. പക്ഷേ അതിനു മുമ്പേ പാർക്ക് പോയി അവളെ രക്ഷപ്പെടുത്തും. എന്തായാലും അവൻ ചെന്നിട്ട് നീ ഓക്കെ ആണെന്ന് ചോദിച്ച് അവളെ എഴുന്നേൽപ്പിക്കും. അപ്പോൾ തന്നെ പാർക്ക് നമുക്ക് മരുന്ന് വെക്കാമെന്ന് പറഞ്ഞ് അവളെയും കൂട്ടിക്കൊണ്ട് പോവും. വൈകുന്നേരം അവൾ കൊച്ചിനെ അമ്മച്ചിയുടെ അടുത്ത് നിന്ന് കൂട്ടാനായി ചെല്ലുമ്പോൾ അവരവളോട് നീയും ബൂജുവിൻ്റെ അങ്കിളും ഇപ്പോൾ ഒരുമിച്ചല്ല താമസിക്കുന്നതെന്ന് ഞാൻ കേട്ടു, ശരിയാണോ? അവളാണേ അതെന്ന് പറയും. അവരപ്പോൾ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങളതെല്ലാം മറന്ന് ഊജുവിനെ ഒരുമിച്ച് വളർത്തണമെന്ന് പറയും. പിന്നെ ഊജുവിൻ്റെ ഡേ കെയറിൽ നാളെയല്ലേ ആനിവേഴ്സറി, നീ ടെഹുങ്ങിനെ വിളിച്ച് ഒരുമിച്ച് പോകണമെന്നും അവർ പറയും. കൊച്ചിപ്പോൾ വീട്ടിൽ വന്നിട്ട് ആനിവേഴ്സറിക്ക് വേണ്ടി പഠിച്ച ഡാൻസ് എല്ലാം കളിക്കുവാണ്. അവളും അവനോട് ഒരുപാട് സംസാരിക്കും. അവൻ്റെ ബുക്കിൻ്റെ കൂടെ ആനിവേഴ്സറിക്ക് ചെല്ലാനുള്ള ഇൻവിറ്റേഷനും ഉണ്ടായിരിക്കും. അവൾ ടെഹുങ്ങിനെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുക്കും, പക്ഷേ വേണ്ടെന്ന് വെച്ച് അത് തിരിച്ചു വെക്കും. ഇപ്പോൾ ഡേ കെയർ ആണ്. അവിടെ കുട്ടികളെല്ലാം അവരുടെ പേരൻസിനെ കൂട്ടി വരുന്നുണ്ട്. നമ്മുടെ ഊജുവും കോസ്റ്റ്യൂമെല്ലാം ഇട്ട് ഹുൻസിൻ്റെ കൈ പിടിച്ച് പോവുകയാണ്. ഊജുവിൻ്റെ തലയിൽ 2 കൊമ്പൊക്കെ ഉണ്ട്. അവളെ ചെന്ന് നോക്കുമ്പോൾ അവിടെ എല്ലാവരുടെയും കൂടെ അച്ഛനും അമ്മയും മുത്തശ്ശനും എല്ലാം ഉണ്ട്. കൊച്ച് ഇത് കണ്ട് നോക്കും. ഊജുവിൻ്റെ കൂടെ ആണെങ്കിൽ ആകെ ഇവള് മാത്രമല്ലേ ഉള്ളൂ. ഇപ്പോൾ അയൽക്കാരി ചേച്ചിയും അങ്ങോട്ട് വരും. അവർ വന്നിട്ട് എവിടെ ഊജുവിൻ്റെ അങ്കിൾ എന്തി, അവൻ വന്നില്ലേ, നിങ്ങൾ രണ്ടും ഒരുമിച്ചല്ലേ വരേണ്ടതെന്നെല്ലാം ചോദിക്കും. പാവം ഊജു. അങ്ങനെ പരിപാടി തുടങ്ങും. പിള്ളേരെല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കുന്നതിനിടയ്ക്ക് ഊജു ആരും കണ്ടിട്ട് പുറത്തേക്ക് ഓടിപ്പോകും. ഞാൻ അവനെ കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അവളും പുറകെ ഓടും. അവൾ ചെന്ന് നോക്കുമ്പോൾ കൊച്ചിനെ എടുത്തുകൊണ്ട് പാർക്ക് അവിടെ നിൽപ്പുണ്ടാവും. അവൻ അവളെ കൈ കാണിക്കും. അത് നമ്മുടെ അങ്കിളായിരിക്കുന്ന ഞാൻ വിചാരിച്ചത്. ഏതായാലും ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനി എന്ത് സംഭവിക്കുന്നു നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.